നിങ്ങളൊരു കസ്റ്റമർ റെഫറൽ തേടുന്ന സോളാർ ഇൻസ്റ്റാളർ ആണോ? എങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. നമ്മളൊരു സോളാർ ഇൻസ്റ്റാളർ എന്ന രീതിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണ്? ആ വീടിൻ്റെ കാലാവധി മുഴുവൻ ഇൻവെർട്ടർ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുക, ഇഷ്യൂ ഇല്ലാതെ വർക്ക് ചെയ്യുക എന്നുള്ളതെല്ലാം നമ്മുടെ വലിയൊരു ആഗ്രഹമാണ്. അതിന് കൂടെ തന്നെ കൂടുതൽ കസ്റ്റമേഴ്സിനെ റെഫർ ചെയ്യുക എന്നുള്ള സിറ്റുവേഷൻ നമുക്ക് വേണം. ഇത് മൊത്തം ഒരു മാസം മതിയോ? പോരാ. നമുക്കത് വീടിൻ്റെ കാലാവധി എത്രയാണോ അത്രയധികം കാലവും നമുക്ക് ആ കസ്റ്റമർ റെഫറൽസും നമ്മുടെ ആ ബ്രാൻഡിങ് എല്ലാം നമുക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കണം. ഇത് എങ്ങനെയെന്നല്ലേ? ഒരു സോളാർ ഇൻസ്റ്റലേഷൻ ജനറേറ്റ് ചെയ്യുന്ന ഫോൾട്ട് കറണ്ട് വളരെ ചെറുതായിരിക്കും. ആ ജനറേറ്റ് ചെയ്യുന്ന ഫോൾട്ട് കറണ്ട് പ്രോപ്പറായിട്ടുള്ള എർത്തിങ് അല്ലാന്നുണ്ടെങ്കിൽ മണ്ണിലേക്ക് പാസ് ചെയ്ത് പോവുകയില്ല. അത് ആ ഇൻവെർട്ടറിനകത്ത് സർക്കുലേറ്റ് ചെയ്യും. നമ്മുടെ സിസ്റ്റത്തിനകത്ത് സർക്കുലേറ്റ് ചെയ്തിട്ട് ആ ഇൻവെർട്ടറിനെ അഥവാ ആ സിസ്റ്റത്തിനെ മൊത്തത്തിൽ ഡാമേജ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇത് തന്നെയാണ് ഒരു ലൈറ്റ്നിങ് അറസ്റ്റർ ലൈറ്റ്നിങ് വരുന്ന സമയത്ത് ഉണ്ടാകുന്നത്. ഒരു ലൈറ്റ്നിങ് കറണ്ട് പ്രോപ്പറായിട്ട് എർത്തിലേക്ക് പാസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇൻഡക്ഷൻ വഴി ആ കറണ്ട് സോളാർ പാനലിലേക്കോ അതല്ലെങ്കിൽ DC കേബിളിലേക്കോ പാസ് ചെയ്തിട്ട് ആ സിസ്റ്റത്തിനെ ഫെയിലാക്കാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം ഉണ്ടാവുന്നത് നമ്മൾ ഏറ്റവും ആദ്യം 1000 അല്ലെങ്കിൽ 2000 രൂപയ്ക്ക് വേണ്ടിയിട്ട് ലാഭിക്കാൻ നോക്കുമ്പോഴാണ്. അതും ലാഭിക്കുന്നത് നമ്മൾ ഇലക്ട്രിക്കൽ സേഫ്റ്റിയിലായിരിക്കും. ഇങ്ങനെ ലാഭിക്കുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? നമ്മൾ ഈ ആദ്യം ലാഭിക്കുന്ന ആ 1000 അല്ലെങ്കിൽ 2000 രൂപ ഒരേ ഒരു തവണ സർവീസിനായി സൈറ്റിലേക്ക് തിരിച്ചു പോകേണ്ട സിറ്റുവേഷൻ വന്നാൽ ആ 1000 അല്ലെങ്കിൽ 2000 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഇതെല്ലാം ലാഭിക്കാനായിട്ട് നമുക്ക് സേഫ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ എർത്തിങ് സംവിധാനങ്ങളും സർട്ടിഫൈഡ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ എർത്തിങ് സംവിധാനങ്ങളും ഉപയോഗിക്കാം. ഇങ്ങനെ നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ